വീട്ടിൽ തന്നെ നമുക്ക് തന്തൂരി ചിക്കൻ ഉണ്ടാക്കിയാലോ? അതാണ് ഇന്നത്തെ റെസിപ്പി. ഞാൻ ധന്യ, DR കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ബൗളിലേക്ക് 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണിത്. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 1.5 ടേബിൾ സ്പൂൺ, പിന്നെ മുളക് പൊടി 2 ടീസ്പൂൺ, കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല കൂടി ചേർക്കാം, ഞാനിവിടെ ചേർത്തിട്ടില്ല. അത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ചിക്കൻ എടുത്ത്, ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ഒന്ന് വരഞ്ഞു കൊടുക്കാം. മസാല എല്ലാ സ്ഥലങ്ങളിലേക്കും പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വരഞ്ഞു കൊടുക്കുന്നത്. ഇനി മസാലയെ നന്നായിട്ട് ആ ചിക്കനിൽ ഒന്ന് പുരട്ടി കൊടുക്കാം. ഇതുപോലെ എല്ലാ ചിക്കൻ പീസസുകളിലും മസാല പുരട്ടി കൊടുക്കാം. ഞാനിത് എല്ലാ പീസുകളിലും മസാല നന്നായി പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇതിനി ഫ്രിഡ്ജിൽ 1 മണിക്കൂർ വെക്കുന്നതാണ് നല്ലത്. ഇനി ഒരു പാൻ ചൂടാക്കി ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 കപ്പ് വെള്ളം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ പാത്രത്തിൽ മസാലയെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് ചിക്കൻ്റെ പീസസ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് നന്നായി വേവിച്ചെടുക്കാം. മറിച്ചിട്ടതിന് ശേഷം ഒന്നുകൂടി അടച്ചു വെച്ച് വേവിക്കാം. ഇനി അതിൻ്റെ ഗ്രേവി എല്ലാം നന്നായി വറ്റിയതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ചിക്കൻ എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി ആ തന്തൂരി ചിക്കൻ്റെ ഒരു കളർ കൂടി വരുന്നതിന് വേണ്ടിയിട്ടാണത്, ആ ടെക്സ്ചർ വരുന്നതിന് വേണ്ടിയിട്ടാണ് ബട്ടർ ഇട്ട് ഒന്ന് നന്നായി ഒന്നും കൂടി ഒന്ന് മൊരിയിച്ചെടുക്കുക. ഇപ്പോൾ തന്തൂരി ചിക്കൻ്റെ ഒരു ടെക്സ്ചർ എല്ലാം വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ മറ്റേ ചാർക്കോൾ, നിങ്ങൾ ചിരട്ട കത്തിച്ച് അതിൻ്റെ കരിയാണെങ്കിലും ഒന്നുകൂടി കത്തിച്ചെടുത്താൽ മതി. ചാർക്കോൾ ഒന്ന് കത്തിച്ചെടുക്കുന്നുണ്ട്. ഇനി അതൊരു ചെറിയ ബൗളിലേക്ക് മാറ്റാം. ഇനി ഫ്ലെയിം സിമ്മിൽ വെക്കണം. അതിനുശേഷം ഈ ചാർക്കോൾ ഇട്ട് വെച്ചിരിക്കുന്ന ബൗളിലേക്ക് ഒരു അല്പം നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായി പുക വരും. ഇനി അതിനുശേഷം അതൊന്ന് കവർ ചെയ്ത് വെക്കാം. കവർ ചെയ്തതിന് ശേഷം ഒരു 3 മുതൽ 5 മിനിറ്റ് വരെ നമുക്ക് അങ്ങനെ കവർ ചെയ്ത് വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പൊ ഇത് തുറക്കുമ്പോൾ നല്ല തന്തൂരി ചിക്കൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റുമാണ്, വളരെ എളുപ്പമാണ്. ഗ്രില്ലില്ലാതെ തന്നെ നമുക്ക് തന്തൂരി ചിക്കൻ നന്നായി ചെയ്തെടുക്കാം ഇതുപോലെ പാൻ. നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്